പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്ക് മേൽ കൊലക്കുറ്റം ചുമത്തണമെന്ന ആവശ്യം ശക്തമാക്കി കുടുംബം. റിമാൻഡ് റിപ്പോർട്ടും നിർണായക വിവരങ്ങളും പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതികരണം. പ്രതികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു. റൂമിലിട്ട് കൊന്നു, അവർ കെട്ടിയോ തൂക്കിയോ അതൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ. പക്ഷേ കൊലക്കുറ്റം തന്നെ ഈ 18 പേരിൽ ഇപ്പോൾ ലിസ്റ്റിൽ വന്നു. 18 പേരുടെ പേരിലും കൊലക്കുറ്റം തന്നെ വേണം. അവരെ തൂക്കിക്കൊല്ലാൻ പറ്റുന്ന വകുപ്പുകളുണ്ട്, തൂക്കിക്കൊല്ലുക, ഇല്ലെങ്കിൽ ജീവപര്യന്തമാണ് ജീവപര്യന്തം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൊലപാതക സാധ്യതയെപ്പറ്റിയുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നതിന് പിന്നാലെയാണ് പ്രതികൾക്കുമേൽ കൊലക്കുറ്റം ചുമത്തണമെന്ന കുടുംബത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യം. തുടക്കം മുതൽ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അക്ഷരം പ്രതി ശരിയാവുകയാണ്. റിമാൻഡ് റിപ്പോർട്ടും പ്രതികളുടെ തെളിവെടുപ്പിൽ ലഭിച്ച വിവരങ്ങളുമെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നതിന്റെ തെളിവല്ലേ എന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് ചോദിക്കുന്നു. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാൽ പോരാ, കൊലപാതക കുറ്റം തന്നെ വേണമെന്നാണ് ആവശ്യം. കുറ്റക്കാർക്കെതിരെ ചുമത്തുന്ന വകുപ്പുകൾ കൂടി പരിശോധിച്ചതിനു ശേഷം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടുമെന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം. അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള ഘട്ടങ്ങളിൽ കേസ് അട്ടിമറിക്കപ്പെട്ടേക്കുമോ എന്ന ഭയവും കുടുംബത്തിനുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.